അയ്യോ, മോളെ ദേ അത് കണ്ടോ? ദേ നോക്കി. ഈ ശല്യം ഇവിടെ എത്തിയോ? ഇവരെ ഞാനൊന്ന് മോളെ, ഇത് അമ്പലാണ്. ഇതിന് അതിന്റേതായ വിശുദ്ധിയുണ്ട്. വിവേകത്തോടെ പെരുമാറണം. ആ മോളെ, അമ്മ അവിടെ കൈയും കെട്ടിയിരുന്നോ? ഇവിടെ എല്ലാം കൈവിട്ട് പോവാ. ഇപ്പൊ എന്ത് പറ്റി? നീ ഇപ്പൊ എവിടെയാ? ഞാനിവിടെ കുന്നത്തുകാവിലെ അമ്പലത്തില് കല്യാണത്തിന് വന്നതാ. അവൻ അടുത്ത പെണ്ണിനെയും കെട്ടി അതിന്റെ ജീവിതം കൂടി തോലക്കട്ടെ മോളെ. നിനക്കെന്താ? അതിന് എനിക്കൊന്നുമില്ല. ഞാൻ അത് പറയാനല്ല വിളിച്ചത്. ഇവിടെ മറ്റൊരു കാഴ്ച കണ്ടു, അത് പറയാനാ വിളിച്ച. എന്ത് കാഴ്ച? ഇവിടെ എന്റെ അച്ഛനും ആ സംയുക്ത നമ്പൂതിരിയും കൂടിയേ തിരുനടയിൽ നിന്നും പ്രാർത്ഥനയും ഡിസ്കഷനും. അവര് വന്നിട്ട് പ്രാർത്ഥിക്കട്ടെ മോളെ. അതിനിപ്പോ ഞാൻ എന്ത് ചെയ്യാനാ? അമ്മേ, ഇത്രയ്ക്ക് അങ്ങ് പാവമാവരുത് കേട്ടോ. എനിക്ക് ഇത്രേ പറയാനുള്ളൂ. ശ്രേഷ്ഠമായ ഈ വിവാഹബന്ധം എത്ര നാള് തുടരും? കൂടിപ്പോയ ഒരാഴ്ച. അതിനിടയില് ഇവള് ജീവനും കൊണ്ട് ഓടും. ഈ കല്യാണം നടക്കരുതെന്ന് ഞാൻ ഒത്തിരി ആഗ്രഹിച്ചതാ. എന്റെ വെല്ലുവിളി നടക്കാതെ പോയതിന്റെ ദേഷ്യം കൊണ്ടൊന്നല്ല ഞാനീ പറയുന്നത്. ഇവളെ അവൻ കൊല്ലാതിരുന്നാ മതി. ആ, അതൊന്നും ഉണ്ടാവില്ല. അനന്തപിള്ളയുടെ മോളല്ലേ. അയാൾ എന്തെങ്കിലും ജയിലിൽ നിന്ന് ഇറങ്ങാതിരിക്കൂ. അയാള് ഇവനെയും ഇവന്റെ അമ്മയെയും തട്ടും. അതുകൊണ്ട് ആ പേടി വേണ്ട. നിങ്ങൾ വാ. സിസ്റ്റർ പറഞ്ഞതല്ല ശരി. ഇവിടെ ഭദ്രകാളി മാത്രമല്ല, ദുർഗാദേവിയും ഉണ്ട്. അത് ശരിയാ സർ. ദുർഗാദേവിക്ക് അവിടെ പ്രാധാന്യം. ശുംഭ നിശുംഭന്മാരെയും ചണ്ട മുണ്ടന്മാരെയും രക്തബീജനെയും വധിച്ചിട്ട് തിരികെ വന്നതാ ദുർഗാദേവി. അല്ല, ആ സിനിമ ഇവിടെ ഓടുന്നുണ്ട് 1ാം വാരം. இந்த படத்தில நடித்தவர் பிரதாப வர்மாவும் ഹീറോയും സംയുക്താവും. അമ്പലമുറ്റത്ത് നിന്നേ നായകനും നായികയും മെഴുകുക. മര്യാദയ്ക്ക് സംസാരിക്ക. എന്റെ അച്ഛനെ കൊണ്ടുചെന്ന് ചാടിച്ചിട്ട് കളിയാക്കുന്നോ? ഋതു, ഇത് അമ്പലമുറ്റ. ഇവർക്കിട്ട് കൈവയ്ക്കല്ലേ. ദേവിക്ക് അതിഷ്ടമാണെങ്കിലും പരിശുദ്ധമായ ദേവാലയത്തിൽ വെച്ച് തല്ലുന്നത് ശരിയല്ലല്ലോ. നിർത്തറ. ദീപകിന്റെയും നന്ദനയുടെയും കല്യാണത്തിന്റെ കൂടെ നിന്റെ അച്ഛന്റെ കല്യാണം കൂടി ഞാൻ നടത്തി കാണിക്കട്ടെ. ഇനി കളിയാക്കിയ നിങ്ങളുടെ കരണം ഞാൻ അടിച്ചു പൊളിക്കും. രാജു, കോയിൻ വല്ലതും കയ്യിലുണ്ടോ? ആ, ഉണ്ട്. ചെറിയച്ചൻ ഫുഡ് കഴിച്ചോ? ഞാൻ വന്ന വഴി കഴിച്ചു മോളെ. നിങ്ങളൊക്കെ കല്യാണ സദ്യ കഴിച്ചു കാണുമായിരിക്കുമല്ലോ അല്ലേ? അതെ. ഇവന്റെ ഒരു കല്യാണ സദ്യ ഞാൻ കഴിച്ചത് അത് തന്നെ തൃപ്തിയായി. ഇവൻ ഭീഷ്മ ശബ്ദമൊക്കെ എടുത്തിരിക്കാ ശേര. ആ, ഇന്നു മുതൽ നല്ല കുട്ടിയായിട്ട് മാറുന്നു. ഭീഷ്മ പിതാമഹനെ അങ്ങനെ ആക്ഷേപിക്കല്ലേ ഏട്ടാ. മഹാഭാരതം വായിച്ചവരുടെയും ധ്യാനിച്ചവരുടെയും മനസ്സില് ആകാശമുട്ട് നിൽക്കുക ആ കഥാപാത്രം. ഭീഷ്മശപഥം. പറഞ്ഞതില്ലെന്ന് നിനക്ക് മനസ്സിലായല്ലോ. ചെറുക്കനും അവന്റെ അമ്മയും ഒഴിച്ച
ബാക്കി ഈ വീട്ടിലുള്ള എല്ലാവരും നല്ല ആൾക്കാരാ. എന്റെ മോള് വളരെ സൂക്ഷിക്കണം. ആർക്കും അവനെക്കുറിച്ച് ഒരു നല്ല അഭിപ്രായമില്ല. മോളാണ് അവനെ നന്നാക്കി എടുക്കേണ്ടത്. അവന്റെ മേല് ഒരു കർശന നിയന്ത്രണം വേണം. ദീപേട്ടനെ ഞാൻ നന്നാക്കി എടുത്തോളാം. അമ്മ ഒന്നുകൊണ്ടും പേടിക്കണ്ട. ഇനി ഇവിടെ ഒരു മംഗളകർമ്മം കൂടിയുണ്ട്. ഇവിടെ ഇനിയും മംഗളാർന്നോ? അതെന്താ? അതെന്താണെന്നേ എനിക്കും ഋതുമോൾക്കും മാത്രമേ അറിയൂ. അല്ലേ ഋതുമോളെ? നീ വാടാ വാടാ. എന്താ മോളെ ചേച്ചി പറഞ്ഞതിനർത്ഥം? അവർക്ക് ഭ്രാന്ത ചെറിച്ച ഓ, എന്നോടിങ്ങനെ ഏതു നേരവും വഴക്കിട്ടോണ്ടിരിക്കും. അല്ലാതെ അവർക്ക് ഒരു സ്വസ്ഥതയും ഇല്ല. എന്തിനാ ഏട്ടാ ഈ പക്ക ക്രിമിനലിനെ കൊണ്ട് ആ പാവം പെൺകുട്ടിയെ കല്യാണം കഴിപ്പിച്ചത്? ആ പെണ്ണിന്റെ ജന്മം തൊലഞ്ഞില്ലേ? അവളുടെ ജന്മം തുലയ്ക്കണമെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ ശേര. അവരായിട്ട് ആലോചിച്ചെന്ന കല്യാണം. ഇവന്റെ സ്വഭാവം മുഴുവനും അവരെ ബോധ്യമാക്കിയിട്ടും അവര് പിന്മാറിയില്ല. എന്നാ പിന്നെ നന്നാവണമെങ്കിൽ നന്നാവട്ടെ എന്ന് ഞാനും കരുതി. അത്രേ ഉള്ളൂ.